ഈ BJP നേതാക്കൾ കേരളത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തെ വികസനവും വളർച്ചയും ഒക്കെ പറഞ്ഞല്ലേ വെല്ലുവിളിക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയെ ആകെ നോക്കിയാൽ അവർക്കൊക്കെയും ഈ മുസ്ലിം വിരോധവും വിദ്വേഷവും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രചാരണ മുദ്രാവാക്യങ്ങളും കേരളത്തിലില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. എവിടെയൊക്കെയോ ചില അപശബ്ദങ്ങൾ പോലെ എയിംസ് എന്നും പിന്നെ 700 കോടിയെന്നും 300 കോടിയെന്നും ഒക്കെ പറയുന്നതല്ലാതെ അവർക്ക് എപ്പോഴും വിൽക്കാനുള്ളത് ഇത് മാത്രമാണ്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് ചൗഹാൻ, അദ്ദേഹം പഴയ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ പ്രചാരണത്തിന് വന്നിട്ട് പറഞ്ഞതെന്താണെന്നറിയോ? UDF കേരളത്തിൽ വിജയിച്ചാൽ, കോൺഗ്രസ് വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്നാണ്. ഇതൊക്കെ മലയാളികളോട് പറഞ്ഞാൽ 10 പൈസ വിൽക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ സാറ് പറയുന്നു ലീഗ് 6ാം മന്ത്രിസ്ഥാനം ചോദിക്കുമോ എന്ന്. UDF അധികാരത്തിൽ വരുമ്പോൾ, മുന്നണി ബന്ധത്തിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ അവർ എത്ര മന്ത്രിസ്ഥാനം ചോദിക്കുമെന്നുള്ളത് അവർക്കിടയിലുള്ള പ്രശ്നമാണല്ലോ. എന്ന് മാത്രമല്ല, മിക്കവാറും ലീഗിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ കണ്ടിട്ട് അവർ ഈ 10, 27, 30 സീറ്റൊക്കെ ജയിച്ച് അവർ കിടന്ന് കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങും. ഒന്നും ചോദിക്കത്തില്ല. രാജീവ് ചന്ദ്രശേഖർ സാറിന് അത് മതിയോ? അതാണ് വേണ്ടതെങ്കിൽ അതൊരു രസകരമായ കാര്യമാണ്. പിന്നെ വേറൊരു സ്ഥാനാർത്ഥി ശ്രീലേഖ IPS, അവർ പറയേണ്ടത് എന്താ? വട്ടിയൂർക്കാവിനെ സ്വർണ്ണക്കനിയാക്കും എന്നൊക്കെ പറയേണ്ടതിന് പകരം അവരിറങ്ങിയിരിക്കുന്നത് ലവ് ജിഹാദും കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായ ലവ് ജിഹാദ് പണ്ടുണ്ടായിരുന്നു, എന്നെപ്പോലും സർവീസിൽ ആക്രമിച്ചു, എനിക്ക് പോലും നീതി കിട്ടിയില്ല എന്നാ. യഥാർത്ഥത്തിൽ അവർ കാണിക്കുന്ന അനീതിയിൽ അവിടുത്തെ BJPക്കാർ കിടന്ന് വട്ടം കറങ്ങുന്നു. പെട്ടുപോയ അബദ്ധത്തിൽ നിന്ന് തലയൂരാനുള്ള പഴുതുകൾ തേടിക്കൊണ്ടേയിരിക്കുക. വേറൊരു BJPയുടെ ബൗദ്ധിക കേന്ദ്രമായ വേറൊരു IPSകാരൻ ആരാ? നമ്മുടെ സെൻകുമാർ അവിടെ ഇരുന്ന് പറയുന്നതും വികസനത്തിൻ്റെ കാര്യമൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നയമൊന്നുമില്ല. ചിലരെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് നയം, ജയിപ്പിച്ച് നേടാൻ ഒന്നുമില്ല എന്നതാണ് സ്ഥിതിവിശേഷം. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മത്സരിക്കാൻ പോയി നിൽക്കുന്നു. പുള്ളിയുടെ ലക്ഷ്യം എന്തുവാന്ന് വെച്ചാൽ ടിപ്പു സുൽത്താനെ വകവരുത്തുക. എൻ്റെ BJPയിലെ സഹോദരന്മാരെ, നിങ്ങൾ കേരളം പോലെ വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വികസന കാര്യങ്ങളല്ലേ, അതിലെ താല്പര്യങ്ങളല്ലേ, അതിലെ വിഷയങ്ങളല്ലേ. അല്ലാതെ ഇത് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ കാണാൻ 10 പൈസ വിൽക്കുമോ? കുറച്ച് വെറിയന്മാരുടെ വിദ്വേഷികളുടെ എന്തെങ്കിലും വെള്ളം കുടിയില്ലാത്ത സംഗതികൾ എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്നല്ലാതെ കേരളത്തിൻ്റെ ഒരു പൊതുവികസന മുഖ്യധാരയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ സമൂഹങ്ങളെ ഒന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇടയ്ക്ക് വെച്ച് ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ FCRA വന്നപ്പോൾ അവർക്ക് കഥ മനസ്സിലായി, ഇതിനകത്ത് ചേർപ്പൊന്നുമില്ല, ഇത് പണിയാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഏതായാലും ഈ പറയുന്നത് പോലെയുള്ള ഈ പ്രചാരവേലകൾ മാത്രമേ BJPയുടെ കയ്യിലുള്ളൂ എന്നുള്ളത് കഷ്ടമാണ്, സങ്കടകരമാണ്.